ബീബി കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര മാറ്റം വന്നു, തലക്കനം കൂടി. എനിക്കോ? ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നു? ചേച്ചിക്ക് ഭയങ്കര തലക്കനം കൂടി, എന്താ വലിയ എന്തോ ആരോ ആണ് എന്നൊരു തോന്നലാണെന്നൊക്കെ. എന്തോ എങ്ങനെ അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ഈ അടുത്ത് ഒരു മാധ്യമത്തോടും ചേച്ചി ആ രീതിയിലൊന്ന് പെരുമാറുന്നതൊക്കെ ഞാൻ കണ്ടു. നീയൊക്കെ ഏതാ മാധ്യമം ഞാൻ കുറച്ച് ഓവറായില്ലേ കേട്ടോ. അപ്പൊ നമുക്ക് അത് പറഞ്ഞ് നമുക്ക് നിക്ക് അല്ല അങ്ങനെ നിക്കാൻ വരട്ടെ. അല്ല ഞാനാണ് ഇവിടെ ഡമ്മി ആയിട്ടിരിക്കുന്നത്. പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. അതായത് ബൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം വേണ്ട. ഉപദേശം പണ്ടേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ഒരു മാറ്റവും ഇല്ല. ഞാനിപ്പോ ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസിന് ശേഷവും ഞാൻ പഴയ ശാരിക കേവി തന്നെയാണ്. ബിഗ് ബോസ് എന്ന കിരീടം ഞാൻ തലയിൽ വെക്കുന്നില്ല. എന്റെ പഴയ മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. അതായത് എന്ത് തോന്നിയവാസവും അങ്ങ് ചോദിക്കാം. സെലിബ്രിറ്റി ആണെന്ന് വെച്ചിട്ട് എന്ത് തോന്നിയവാസവും അങ്ങ് ചോദിക്കാം. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അനുമോളോട് അസൂയ ഉണ്ടോന്ന്, അതായത് ഞാൻ അവിടെ നിന്ന് വളരെ ധൃതിയില് അനുമോളുടെ അസൂയ ഉണ്ടോന്ന് ചോദിച്ചാൽ അനുമോളുടെ അസൂയപ്പെടേണ്ട ആവശ്യം എനിക്ക് എന്താന്ന് ചോദിച്ചാ പോരെ. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ മറുപടി പറയുന്നത്, എന്റെ ഇഷ്ടത്തിനാണ് മറുപടി പറയുന്നത്. അതിനെങ്ങനെ മുടയാകുന്ന? അല്ലേലും അങ്ങനെയാണോ സമൂഹത്തിന് നയം പറയുന്ന, നിലപാട് വ്യക്തമാക്കുന്ന എല്ലാവരും മുടകളാണ്? എന്തോന്നടാ ഇതൊക്കെ? ചേച്ചി എന്നെ നേരത്തെ പറഞ്ഞ സംയമനത്തിന്റെ പാതയെന്നൊക്കെ ചേച്ചി തന്നെയാ പറഞ്ഞത്. അപ്പൊ ഈ അതിന്റെ സംയമനം ഇല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ചേച്ചി അപ്പൊ എല്ലാം ചോദിക്കേണ്ട രീതിയിലാണോ ചോദ്യങ്ങൾ ഹോട്ട് സീറ്റ് ചോദിച്ചത്? എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിക്കണ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങോട്ട് ഇറങ്ങുക, അങ്ങോട്ട് ചോദിക്കുക, അനുമോളോട് നിങ്ങൾക്ക് എന്താ ഇത്ര അസൂയ? അസൂയ ഇല്ല, ഒരു കോപ്പില്ലാന്ന് പറയണമായിരുന്നപ്പോ. എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ശാരികയുടെ ഐഡന്റിറ്റി ഇതാണ്. ശാരി ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. ചേച്ചി ഇത്ര കണ്ണൂരിട്ടും കണ്ണൂരിട്ടും ഇതാണ്. ദിസ് ഇസ് മൈ ആറ്റിറ്റ്യൂഡ്. ആരോടാ എന്നോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്? അല്ല പിന്നെ ഇതെന്താ അവന്മാരുടെ പ്രശ്നം? അയാൾ അവിടെ കിടന്ന് കുറയ്ക്കട്ടെ. കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല. അത് പട്ടികൾക്കല്ലേ അറിയാവൂ. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചി ഞാൻ ഇത്രത്തോളം ഈ കണ്ണുരുട്ടി എന്നെ ഈ പ്രകോപിപ്പിക്കുന്ന രീതി സംസാരിക്കണ്ട. ഞാൻ പറയട്ടെ ചേച്ചി, അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ? കൗതുക ലേശം കൂടുതലാണ്. എന്നെ പഴയ ഹോട്ട് സീറ്റ് ശാരി ആക്കരുത്. അല്ല ഏത് രീതി ഇവിടെ തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? സെലിബ്രിറ്റി ആയെന്ന് കരുതി എനിക്ക് സെലിബ്രിറ്റി ആയെന്ന് പറഞ്ഞാൽ ഞാൻ പഴയ ശാരിക തന്നെയാ. സെലിബ്രിറ്റി എന്ത് സെലിബ്രിറ്റി? എന്താ അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇറങ്ങി പോടാ എന്റെ ചാനലിൽ നിന്ന്. ചേച്ചി അങ്ങനത്തെ എന്താ ഡയലോഗ് ഒന്നും എന്നോട് അടിക്കണ്ട. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട അഭ്യാസം നടക്കണ്ട. ഇതിനോടൊക്കെ സംസാരിക്കുന്നതിന് വേറെ എന്തെങ്കിലും നീ പരിപാടിക്കാൻ പോകുന്ന എനിക്ക് വേറെ ആൾക്കാരെ കിട്ടാനില്ല. എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ ഈ ആഴ്ച 10 ഇന്റർവ്യൂ ചെയ്ത ആളാ. അത്രയും വേണോ സാർ? വേണം. എന്തിനാ എനിക്ക് ആ പാടുപെടുന്നത്? നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണി. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഞാൻ പോകുന്നു. ബൈ ബൈ.